എന്താ? ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ ഈ ശരീരത്തിൽ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കഷ്ടതകളും രോഗങ്ങളും കടന്നു വന്നാലും ഈ ദൈവത്തെ തിരസ്കരിക്കാതെ ദൈവത്തെ കൂടുതലായി സ്നേഹിച്ച് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതം, പരാതി പറയാതെ കുറ്റപ്പെടുത്താതെ ജീവിക്കുന്ന ജീവിതം, അതാണ് ഒരു ആശയം. മറ്റൊന്ന്, ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂശിക്കപ്പെട്ടതായ ഒരവസ്ഥ. ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിലുള്ളതായ ഓരോ അവയവങ്ങളും അത് അനീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് എന്തിടണം? സമർപ്പിക്കണം. അതാണ് നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ അർത്ഥമെന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ശരീരത്തെ എങ്ങനെയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം? വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കണം. പഴയ നിയമത്തിൽ യാഗമർപ്പിച്ചപ്പോൾ ഊനമില്ലാത്തതാണ് ദൈവത്തെ അർപ്പിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഊനമില്ലാത്തത് അവർ ദൈവത്തിന് സമർപ്പിക്കണം. അത് മാത്രമല്ല, യാഗമർപ്പിക്കുവാൻ കടന്നു വരുന്ന വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കണം? അവൻ വെടിപ്പുള്ള, അതായത് കൈയുമായി അല്ലെങ്കിൽ അതായത് ഹൃദയവുമായി, ശുദ്ധ ഹൃദയവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരണം. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ ദൈവത്തിന്റെ മന്ദിരമെന്ന് പറയുന്നത് എന്താണ്? നമ്മളാണ്. ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ മന്ദിരം അത് വിശുദ്ധമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളും വിശുദ്ധന്മാരായി ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഒരു നാൾ കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ അവനെ പോലെ ആകുവാൻ പോകുകയാണ്. ആ ഒരു പ്രത്യാശ ഉള്ളവരായ നമ്മൾ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നിർമ്മലന്മാരായി ജീവിക്കണം, വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ പോരാട്ടമുണ്ട്. ജഡം ആത്മാവ് തമ്മിലുള്ളതായ ഒരു പോരാട്ടം. ജഡത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുവാൻ പാടില്ല, ജഡത്തിനെ വളർത്തുവാൻ പാടില്ല. ആത്മാവ് പറയുന്നത് അനുസരിച്ച് ലോകത്തിൽ ജീവിച്ചാൽ വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായത്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കടന്നു വന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതായ രീതിയിൽ നമ്മൾ അവന് വേണ്ടി സമർപ്പിക്കുക. ഇന്നൊരു ഗാനം നമ്മൾ പാടുവാനായിട്ടിടയായി. ഞാൻ അങ്ങയെ സ്നേഹിക്കും. അങ്ങയിലുള്ളതായ സ്നേഹത്തെ മറ്റൊന്നും കവരുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യില്ല? അനുവദിക്കുകയില്ല. ഈ ലോകം, പാപം, ജഡം, പിശാച് ദൈവത്തിലുള്ള സ്നേഹത്തെ കവരുവാൻ വേണ്ടി അവർ പല പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാം. ഇന്ന് നമ്മൾ വീണ്ടും ആ വാക്യം വായിക്കാം. ഏതാണ്? റോമർ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വീണ്ടും നമ്മൾ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇവിടെ നമ്മുടെ ശരീരങ്ങളെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ശരീരങ്ങളെ എങ്ങനെയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതായ യാഗമായിരിക്കണം നമ്മുടെ ശരീരത്തെ കർത്താവിന്, ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ. പഴയ നിയമത്തിൽ ആരാധന അല്ലെങ്കിൽ യാഗ നിയമങ്ങളെ കുറിച്ച് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ അവിടെ പറഞ്ഞ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായി. ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ കൊണ്ടുവരുന്ന യാഗമൃഗം, അതിൽ പാപത്തിനെ തലയിൽ മേൽ ചുമത്തി അവിടെയുള്ള പുരോഹിതൻ അതിനെ എങ്ങനെ യാഗമർപ്പിക്കണമെന്ന് പറയുന്ന നിയമം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. 17-ാമത്തെ വാക്യം, ലേവ്യ പുസ്തകം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, ആ യാഗമൃഗത്തിന് യാഗപീഠത്തിൽ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമ്പോൾ അത് എന്താണ് ദൈവം ചെയ്യുന്നത്? അവിടെ പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലിലുള്ളതായ വിറകിന്മീതെ ദഹിപ്പിക്കണം. അത്
ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം എന്ന് പറയുകയാണ്. യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ആ ദഹനയാഗം എന്ന് അവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നതായ ഒരു യാഗമായി തീരുകയാണ്. അവിടെ ആ ആരാധനയ്ക്കായി കടന്നു വരുന്ന വ്യക്തി മൃഗവുമായി കടന്നു വരുമ്പോൾ പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ അതിനെ ദഹിപ്പിക്കുന്ന സമയം ദൈവം അതിൽ പ്രസാദിക്കുകയാണ്, ദൈവം അതിനെ സ്വീകരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതേപോലെ പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ യഹോവ ദൈവം പ്രസാദിക്കുന്ന യാഗമായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തെ ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ കർത്താവ് എന്തു പറയും? ഒന്ന് നമ്മൾ പരിശോധന ചെയ്യാം പ്രിയമുള്ളവരെ. കർത്താവേ, എൻ്റെ ശരീരത്തെ അങ്ങയ്ക്ക് നൽകുന്നു, അത് അങ്ങയ്ക്ക് ദൈവത്തിന് പ്രസന്റ് ചെയ്യുവാനുള്ളതായ അങ്ങനെയുള്ളതായ ആ ഒരു സ്ഥിതിയിലാണോ നമ്മുടെ ശരീരം പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതം അങ്ങനെയാണോ ആയിരിക്കുന്നത്? നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ എങ്ങനെയുള്ള യാഗമായി സമർപ്പിക്കണം? ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? അതായത് സങ്കീർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളൊന്ന് വായിക്കാം. 147 സങ്കീർത്തനം 11 വാക്യം. 147 സങ്കീർത്തനം അതിന്റെ 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. നോക്കണേ, യഹോവ ആരിലാണ് പ്രസാദിക്കുന്നത്? അവിടെ എങ്ങനെയാണ് പറയുന്നത്? യഹോവ പ്രസാദിക്കുന്നു. ആരിലാണ് യഹോവ പ്രസാദിക്കുന്നത്? ഒന്നാമത്തെ കാര്യം അവിടെ പറയുകയാണ്, തന്നെ ഭയപ്പെടുന്നവരിൽ യഹോവ അവിടെ പ്രസാദിക്കുകയാണ്. നമ്മുടെ ജീവിതം യഹോവയായ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതായ ജീവിതമായിരിക്കണം. ഇന്ന് ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നതായ പാപങ്ങൾക്ക് കണക്കില്ല. കാരണം ദൈവ ഭയമില്ലാത്തതാണ് കാരണം പ്രിയമുള്ളവരെ. ലോകത്തിലുള്ളതായ ജനം അവർ വിചാരിക്കുന്നത് ഈ ലോകത്ത് നിരന്തരമായി അവർ ജീവിക്കുവാൻ പോകുകയാണെന്നാണ് അവരുടെ വിചാരം, അവരുടെ ചിന്ത. അതുമാത്രമല്ല, അവർക്ക് മീതെ മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളതായ ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്. എന്തും ചെയ്യാം, എന്തും ചെയ്ത് ജീവിക്കാം, ആരെയും ചതിക്കാം, എന്തും നമുക്ക് ചെയ്യാം, ആരും നമ്മളെ ചോദ്യം ചോദിക്കുവാൻ ഇല്ല എന്നുള്ള രീതിയിൽ പലരും ദൈവഭയമില്ലാതെ ജീവിക്കുകയാണ് പ്രിയമുള്ളവരെ. ദൈവമക്കളായി വിശ്വാസികളായി ഇരിക്കുന്നതായ നമ്മൾ ദൈവഭയമുള്ളവരായി ജീവിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവഭയമില്ലാത്തത് കൊണ്ടാണ് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ കുടുംബത്തിലെ പ്രശ്നം എന്താണ് കാരണം? ദൈവഭയമില്ല. സഭകളിൽ പ്രശ്നത്തിന്റെ കാരണം എന്താണ്? ദൈവഭയമില്ല. സമൂഹത്തിൽ പ്രശ്നത്തിന് കാരണം എന്താണ്? ദൈവഭയമില്ലാത്തതാണ് കാരണം. ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം അത് കാണുന്നുണ്ട്, ദൈവം അതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ. ദൈവം ഒരു നാൾ നമ്മളോട് കണക്ക് ചോദിക്കും, നമുക്കതിന് തക്കതായ ഫലം തരുവാൻ പോകുകയാണ്. അതുകൊണ്ട് ശിക്ഷിക്കുന്നതായ ദൈവം, അതുപോലെ ആ കർത്താവ്, ആ ദൈവം ആരെയും വെറുതെ വിടുകയില്ല. ആ കർത്താവിനെ, ദൈവത്തെ ഭയപ്പെട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് വിശ്വാസികൾക്ക് മറ്റുള്ളവർക്കും യേശു കർത്താവിനെ കാണുന്നത് എങ്ങനെയാ? ഒരു ഇടയനെ പോലെ, അല്ലെ? ഒരു ആടിനെയും കയ്യിൽ എടുത്തുകൊണ്ടിരിക്കുന്നതായ എന്താണ്? ഒരു ഇടയൻ. അതുപോലെ സമാധാനം എന്ന് പറയുന്ന കർത്താവ്, സ്നേഹം ഉള്ളതായ കർത്താവ്, കൃപാലുവായ കർത്താവ്, മനസ്സലിയുന്ന കർത്താവ്, ഇങ്ങനെയാണ് വിശ്വാസികൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അത് ശരിയാണ്, ശരിയാണ്, ശരിയാണ്. എന്നാൽ അതുമാത്രമല്ല, ഈ കർത്താവിന് മറ്റൊരു വിഷൻ അല്ലെങ്കിൽ മറ്റൊരു കാഴ്ച ഉണ്ട് പ്രിയമുള്ളവരെ. അത് കാണിച്ചു കൊടുത്തത് ആർക്കാണെന്നറിയാമോ? പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ യോഹന്നാന് ആ യേശു കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ആ കാഴ്ച കണ്ടപ്പോൾ യോഹന്നാൻ അവിടെ നിൽക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല. അവൻ താഴേക്ക് വീഴുവാനായിട്ടിടയായി. കത്തി ജ്വലിക്കുന്നതായ കണ്ണുകളുള്ളതായ കർത്താവ്, നാവ് അവിടെ ഒരു വാളിനെ പോലെ കടന്നു വരികയാണ്. അങ്ങനെ ഉള്ളതായ കാഴ്ചകൾ കണ്ടപ്പോൾ പ്രിയമുള്ളവരെ, തനിക്ക് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ചത്ത മനുഷ്യനെ പോലെ താഴേക്ക് വീഴുവാനായിട്ടിടയായി. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം പാപത്തെ വെറുതെ വിടുന്നവനല്ല,
പാപത്തെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നവനല്ല. നിങ്ങൾ ആരുമാകട്ടെ, അവന് പക്ഷപാതമില്ല. മോശയായിരുന്നാലും ശരി, പാപം ചെയ്താൽ അവനെ ശിക്ഷിക്കും ദൈവം. നിങ്ങളും ഞാനും ഒന്നുമല്ല പ്രിയമുള്ളവരെ. ആ കർത്താവിനെ ഭയപ്പെട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ, കർത്താവിനെ ഭയപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവം തന്നെ ഭയപ്പെട്ടതായ ഒരു വ്യക്തിയിൽ പ്രസാദിച്ചു. ആ വ്യക്തിയെ കുറിച്ച് കുറെ നല്ല കരുതലുള്ള വ്യക്തിയായിരുന്നു. ആരാണെന്നറിയാമോ? ഇയ്യോബ്. ഇയ്യോബ് എന്താണ് ചെയ്തത്? ദൈവത്തെ ഭയപ്പെട്ടു. നല്ല ഒരു സർട്ടിഫിക്കറ്റ് ദൈവമാണ് കൊടുത്തത്. ആരോടാണ് പറഞ്ഞത് ദൈവം? പിശാചിനോടാണ് കർത്താവ് പറഞ്ഞത്. പിശാചിനോട് പറയുകയാണ്, എന്റെ ദാസൻ. ആരാ? ഇയ്യോബ്. അവൻ ആരാ? ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന് മാത്രമല്ല, ദൈവത്തെ ഭയപ്പെട്ടാൽ അടുത്തത് സംഭവിക്കുന്ന എന്താണ്? ദോഷം വിട്ട് അകലുന്നവൻ. അതാണ് ദോഷം വിട്ട് അകലണമെങ്കിൽ, പാപത്തിൽ നിന്ന് അകലണമെങ്കിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയിൽ ദൈവം എന്തുകൊണ്ടാണ് പ്രസാദിക്കുന്നത്? അവൻ ദോഷം വിട്ട് അകലുന്നവനാണ് പ്രിയമുള്ളവരെ. ഇന്ന് പാപത്തിന് ഇങ്ങനെ അത് മാടി വിളിക്കുമ്പോൾ അതിലേക്ക് പോകുന്ന വ്യക്തി, ആ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി, പാപത്തിൽ തുടരുന്നതായ ചില ക്രിസ്ത്യാനികൾ, നോ, നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല. പാപത്തിൽ വീണുപോയാൽ ഒരു ആടിനെ പോലെ, ചെളിയിൽ വീണതായ ആടിനെ പോലെ കരഞ്ഞുകൊണ്ട്, മനസ്സ് തകർന്നുകൊണ്ട്, ദൈവമേ ഞാൻ ഇങ്ങനെയുള്ള പാപത്തിൽ വീണല്ലോ, എന്നെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ ഏറ്റുപറയുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളിൽ എത്ര പേർ ഇന്നലെ പാപത്തിനെ ഏറ്റുപറഞ്ഞു? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് പാപങ്ങളെ ഏറ്റുപറയണം. നിങ്ങൾ ഏറ്റുപറഞ്ഞോ? പലരും മറന്നുപോയി. ഈ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങൾ കടന്നു വന്നു. പിശാച് അതിനെ എടുത്തുകൊണ്ട് പോയിരിക്കാം. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മൾ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ, അത് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ആത്മാവേ, ഞാൻ എവിടെയൊക്കെയാണ് വീണുപോയത്, അത് എന്നെ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിനെ ഏറ്റുപറയുന്നവരായിരിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. അഹങ്കാരം പാടില്ല, താഴ്മ വേണം. ദൈവത്തിന്റെ ആ ശക്തിയുള്ള കരങ്ങൾക്ക് കീഴെ താണിരിക്കണം. അഹങ്കാരം പാടില്ല, അഹംഭാവം പാടില്ല. നമ്മളൊന്നുമല്ല പ്രിയമുള്ളവരെ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ, താഴ്മയുള്ളവരായി ജീവിച്ചാൽ, ദോഷം വിട്ട് അകലുന്നവരായി ജീവിച്ചാൽ ദൈവം പ്രസാദിക്കുന്ന ജീവിതമായി തീരും. അങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ശരീരത്തെ വെച്ച് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, വീണ്ടും ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നു, അതിൽ ദൈവഭയമുണ്ടോ? ദൈവഭയമുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ ദോഷത്തിന് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുകയില്ല. ശരീരത്തിലുള്ള അവയവങ്ങളെ പാപത്തിന് ഒരിക്കലും അനീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുകയില്ല എന്ന് ബൈബിളിൽ, ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത്, എങ്ങനെയുള്ള വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്? തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നതായ വ്യക്തി. അങ്ങനെ ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവൻ, അടുത്തത് അവിടെ പറയാണ്, തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്ന വ്യക്തി, ദൈവത്തിൽ ആശ്രയിക്കുന്നതായ വ്യക്തി. ഞാൻ പറയട്ടെ, ദൈവത്തെ ഭയപ്പെട്ടാൽ ദോഷം വിട്ട് അകലും. ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കുലുങ്ങിപ്പോകുകയില്ല, തളർന്നു പോകുകയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവം ആരെന്ന് എനിക്ക് നന്നായി അറിയാം എന്നുള്ള ഉറപ്പുള്ളവരായിരിക്കും. കുലുങ്ങാതെ, തളരാതെ, പരാതി പറയാതെ, ഏത് അവസ്ഥയിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നവരായിരിക്കും പ്രിയമുള്ളവരെ. അതാണ് ദൈവം നോക്കുന്നത്. ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പരാതി പറയുന്നവരായിട്ടല്ല. ഈ കുഞ്ഞുമക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരു ഉറുമ്പ് കടിച്ചാൽ മതി, അവരെന്ത് ചെയ്യും? കരയും, അയ്യോ എന്ന് ബഹളം വയ്ക്കും. ഒരു കൊതുക് കുത്തിയാൽ മതി, അവർ അയ്യോ എന്ന് നിലവിളിക്കും. അത് കുട്ടിത്തനമാണ്. നമ്മൾ കുറച്ച് വളർന്നാൽ ഈ ഉറുമ്പ് കടിച്ചാലോ കൊതുക് കുത്തിയാലോ നമ്മൾ ഒരിക്കലും കരയുകയില്ല, മറ്റുള്ളവരോട് പറയില്ല, അയ്യോ എനിക്ക് ഉറുമ്പ് കടിച്ചെന്ന് പറയില്ല, അല്ലേ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കളായി ജീവിക്കുമ്പോൾ നമ്മൾ വളരുന്നല്ല എങ്കിൽ ചെറിയ ഒരു പ്രശ്നം മതി, ചെറിയ ഒരു രോഗം മതി, അയ്യോ എന്ന് നിലവിളിക്കും.
അതെ, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആളുകളോട് ഇങ്ങനെ പറഞ്ഞു നടക്കും പ്രിയമുള്ളവരെ, അല്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് വാങ്ങിക്കൊടുത്താലും ആ ചെറുപ്പനാളിൽ അവർ അപ്പോഴും പറയും, പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്ത് ചെയ്താലും, അല്ലേ? അതുപോലെയാണ് ഇന്ന് പല വിശ്വാസികളും. അവര് ഇപ്പോഴും ശിശുക്കളെ പോലെ ജീവിക്കുകയാണ്. വളരണം, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം പ്രിയമുള്ളവരെ. ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും, കഷ്ടത കടന്നു വന്നാലും, ദുഃഖം, രോഗം എല്ലാം കടന്നു വന്നാലും, എന്റെ ആ അവസ്ഥയിൽ ഇന്ന് രാവിലെ നമ്മുടെ വചന ശുശ്രൂഷ അല്ലെങ്കിൽ ആരാധനയുടെ സമയത്ത് കേട്ടതുപോലെ നമ്മുടെ കർത്താവിനെ എങ്ങനെ കാണണം? എങ്ങനെ കാണണം? എങ്ങനെ കാണണം? നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവം. മറ്റൊന്ന്, മനസ്സലിവുള്ളതായ കർത്താവ്, എല്ലാ ആശ്വാസത്തിന്റെയും ദൈവം, വാഴ്ത്തപ്പെട്ടവനായി നമ്മൾ കാണണം. അവനിൽ ആശ്രയിച്ചു വേണം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് പ്രിയമുള്ളവരെ. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആരിലാണ് യഹോവ പ്രസാദിക്കുന്നത്? നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എങ്ങനെയുള്ള ജീവിതം ജീവിക്കണം? ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ യഹോവയെ പ്രസാദിക്കുന്നതായ, അവനെ പ്രിയപ്പെട്ടതായ, അവന് പ്രിയമുള്ളതായ മക്കളായി ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് യഹോവ പ്രസാദിക്കുന്നതായ ആളുകൾ. എന്നാൽ ആരാണ് ദൈവത്തെ പ്രസാദിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ആർക്ക് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തത്? വായിക്കാം, റോമർ 8-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. റോമർ 8-ാമത്തെ അധ്യായം 6 മുതൽ 8. എന്നാൽ അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 6-ന്റെ 8-ാമത്തെ വാക്യം. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല. ആർക്ക് കഴിയുകയില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ജഡ സ്വഭാവമുള്ളവർക്ക്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ കാര്യം എന്താ? നമുക്ക് എന്തുണ്ട്? നമ്മിൽ ജഡമുണ്ട്, അല്ലേ? ജഡ സ്വഭാവം നമുക്കുണ്ട്. എന്നാൽ ഇവിടെ പറയാണ്, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് കഴിവില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ജഡ സ്വഭാവത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, ജഡ സ്വഭാവത്തിന് നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുത്തിയാൽ, ജഡ സ്വഭാവം നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ നമ്മുടെ അവയവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിവില്ല. ഇവിടെ 2 തരത്തിലുള്ളതായ ചിന്തകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമ്മൾ അവിടെ കാണുന്നത് ചിന്തകൾ. എനിക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളെല്ലാം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയാണ്, അല്ലേ? അതെ, പലപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ അതേസമയം ചിലരൊക്കെ പല സ്ഥലങ്ങളിൽ യാത്രയായിരിക്കും. നാളെ എവിടെ പോകണം? ജോലിയുണ്ട്, നാളെ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ കോളേജിൽ പോകണം. ഇങ്ങനെയുള്ള ചിന്തകൾ വരികയാണ്. പല ചിന്തകൾ ഉണ്ട്. നിങ്ങൾ ചിന്തയിൽ പല സ്ഥലത്തിൽ നിങ്ങൾ സഞ്ചരിക്കുവാനായിട്ട്, യാത്ര ചെയ്യുവാനായിട്ട് പോകല്ലേ, കടന്നു വരിക. ഈ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ജഡത്തിന്റെ ചിന്ത. നമുക്കൊന്ന് വായിക്കാം 6-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുവാൻ പോവുകയാണ്. ജഡത്തിന്റെ ചിന്ത എന്തൊക്കെയാണ്? അതിന്റെ അനന്തരഫലങ്ങൾ, ജഡത്തിന്റെ ചിന്തയുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ വാക്യത്തിൽ നിന്ന് പറയുന്നത് 6-ാമത്തെ വാക്യം. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ററാക്ഷൻസ്, എന്താ? ഒന്ന്, ജഡത്തിന്റെ ചിന്ത മരണമുണ്ടാക്കും. മരണം എന്ന് പറഞ്ഞാൽ എന്താ? വിഭജനം, പിരിവ്. ജഡത്തിന്റെ ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റും, അല്ലേ? എന്നെ വേർപെടുത്തും. ഞാൻ ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കുവാനോ സഭാ യോഗങ്ങൾക്ക് കടന്നു പോകുവാനോ എനിക്ക് മനസ്സ് വരികയില്ല. അത് മരണമാണ്. ജഡത്തിന്റെ ചിന്ത മരണമുണ്ടാക്കും. അടുത്തത് എന്താ? ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കുകയാണ്.
ഒന്ന്, എനിക്ക് മരണം കൊണ്ടുവരികയാണ്, എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജഡത്തിനായിട്ടുള്ളതായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിന് നമ്മൾ സ്റ്റോപ്പ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹിൻഡർ ചെയ്യണം, അതിനെ തടയണം പ്രിയമുള്ളവരെ, തടയണം. അത് മാത്രമല്ല, അവിടെ പറയുകയാണ് ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ മറ്റൊന്ന് പറയുകയാണ്, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അതാണ് കാരണം. ഇന്ന് പലരും പാപത്തിൽ ജീവിക്കുമ്പോൾ, ജഡത്തിൽ ജീവിക്കുമ്പോൾ അവരോട് എത്ര പറഞ്ഞാലും അവര് പാപികളാണ്, ചെയ്ത തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കുകയില്ല, അല്ലേ? പാപത്തിനെ പാപമായി കാണുകയില്ല. കാരണം അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഞാൻ പറയട്ടെ, എത്രയോ പ്രാവശ്യം നമ്മൾ ഈ വചനം കേട്ട് ചെയ്യുന്നതായ തെറ്റിൽ ജീവിക്കുന്നതായ സമയം പ്രിയമുള്ളവരെ, അത് തെറ്റാണ്, പാപമാണെന്ന് ദൈവദാസന്മാരിൽ കൂടി ദൈവം നമ്മളോട് സംസാരിച്ചു. എന്നാൽ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് ഞാൻ ശരിയാണ്, ഞാൻ പറയുന്ന വാക്കുകൾ ശരിയാണ്, ഞാൻ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറയുന്ന അഹംഭാവത്തോടുകൂടെ ദൈവവചനത്തിന് ഒരിക്കലും അതിന് കൊടുക്കേണ്ടതായ ആ വാല്യൂ നൽകാതെ ജീവിക്കുന്ന പലരുമുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജഡത്തിന്റെ ചിന്ത കടന്നു വരുവാൻ അനുവദിക്കല്ലേ. അത് മരണമുണ്ടാക്കും, ദൈവത്തിന് അത് ശത്രുത്വമാണ്. അത് മാത്രമല്ല, ന്യായപ്രമാണത്തിന് നമ്മൾ കീഴ്പ്പെടുന്നില്ല എന്നവിടെ പറയുകയാണ്. എന്നാൽ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടതായ ചിന്ത എന്താണ്? അവിടെ പറയുകയാണ്, എങ്ങനെയാ? ആത്മാവിന്റെ ചിന്തയോ. എന്താ വായിക്കുന്നത്? ആത്മാവിന്റെ ചിന്തയോ. അതിന്റെ അനന്തരഫലം എന്താണ്? ജീവൻ. ജഡത്തിന്റെ ചിന്ത മരണം കൊണ്ടുവരുമ്പോൾ ആത്മാവിന്റെ ചിന്ത നമുക്ക് ജീവൻ കൊണ്ടുവരികയാണ്, നമുക്ക് ഊർജം കൊണ്ടുവരികയാണ്. ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയതായ ഊർജം നമുക്ക് ലഭിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് ഇടയാകുന്നതിന് കാരണം ആത്മാവിന്റെ ചിന്ത ഉണ്ടെങ്കിലേ കഴിയൂ പ്രിയമുള്ളവരെ. ഏത് ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത്? ജഡത്തിന്റെ ചിന്തയാണോ ആത്മാവിന്റെ ചിന്തയാണോ പ്രിയമുള്ളവരെ? അത് മാത്രമല്ല, അത് നമുക്ക് സമാധാനം നൽകും. ശത്രുത്വം അത് മാറ്റി നമുക്ക് സമാധാനം നൽകുന്നതായ ചിന്തയാണ് ആത്മാവിന്റെ ചിന്ത. അതുകൊണ്ട് ജഡസ്വഭാവം ഉള്ളവരായി, ജഡസ്വഭാവം നമ്മൾ പ്രദർശിപ്പിക്കുന്നവരായി നമ്മൾ ഒരിക്കലും ജീവിക്കുവാൻ പാടില്ല. അങ്ങനെ ജീവിച്ചാൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതായ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയതായ ലേഖനത്തിൽ ഈ ശരീരത്തിന് ഒത്തിരി വാല്യൂ കൊടുത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? കൊരിന്ത്യർക്ക് എഴുതിയതായ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? 1 കൊരിന്ത്യർ 10-ന്റെ 31-ാമത്തെ വാക്യം, വളരെ പരിചയമുള്ള വാക്യം. നോക്കണേ, അവിടെ പറയുകയാണ്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും പിന്നെ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക. ഈ തിന്നുക നമ്മളതിന് ശരീരത്തിന് വേണ്ടിയാണ്, അല്ലേ? ഇനി കുടിക്കുക എന്തിനു വേണ്ടിയാണ്? ശരീരത്തിന് വേണ്ടി. ഇനി നമ്മുടെ ശരീരത്തിനെ ഉപയോഗിച്ച് എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യണം. യെസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കാണിക്കണം. നമ്മൾ കുടിക്കുന്നതായ പാനീയം ഏതുമായിരിക്കട്ടെ, ഏത് വസ്തുക്കൾ കുടിച്ചാലും ദൈവനാമ മഹത്വത്തിനായിട്ട് ആയിരിക്കണം പ്രിയമുള്ളവരെ. ഒരിക്കലും നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അനുവദിക്കുവാൻ പാടില്ല. അതാണല്ലോ ഇന്നലെ പഠിച്ചത്. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ നശിപ്പിച്ചാൽ ദൈവം എന്ത് ചെയ്യും? നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പാടില്ല. നമ്മൾ എന്തു ചെയ്താലും, നമ്മുടെ ശരീരം ഉപയോഗിച്ച് എന്തു ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് ചെയ്യാം പ്രിയമുള്ളവർ. ഇന്നൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ച് എന്തു ചെയ്താലും നമ്മൾ ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം പ്രസാദിക്കും. ദൈവം പ്രസാദിക്കുന്നതായ ഒരു യാഗമായി സമർപ്പിക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. റൈറ്റ്?
എന്തിനാണ് കടന്നു വന്നത്? പിതാവിന്റെ ഹിതമനുസരിച്ച് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ദൈവം നൽകിയതായ, പിതാവ് നൽകിയതായ വലിയൊരു ദൗത്യമായിട്ട് കടന്നു വന്നു. എന്തിനാണ് വന്നത്? പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് യേശു കടന്നു വന്നു. ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ലോകത്തെ സ്നേഹിച്ച് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പ്രിയമുള്ളവരെ, ആ യേശു കടന്നു വന്നത് പാപികളായ ഓരോരുത്തരെയും രക്ഷിപ്പാൻ കടന്നു വന്നു. അവൻ എന്താണ് ചെയ്തത്? ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഈ ലോകത്ത് അവൻ പാപം ചെയ്യാതെ, പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ നന്മകൾ മാത്രമാണ് ചെയ്തത്. അവസാനം നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്കായിട്ട് ആ കാൽവരി ക്രൂശിൽ അവൻ മരിക്കുവാനായിട്ടിടയായി. നമുക്ക് വേണ്ടി അവൻ കഷ്ടതകൾ അനുഭവിക്കുവാനായിട്ടിടയായി. അത് വർണ്ണിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രിയ സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് യേശു ആ കാൽവരി ക്രൂശിൽ മരിച്ചത്. നിനക്ക് വേണ്ടിയാണ് തന്റെ ആ വിലയേറിയ രക്തം ഒഴുക്കി നൽകിയത്. ആ യാതനകൾ അനുഭവിച്ചതെല്ലാം നിനക്ക് വേണ്ടിയാണ്. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നീ എങ്ങനെ ഉള്ള വ്യക്തിയുമാകട്ടെ, നിന്നെ അവന് വേണം. നിന്റെ ഹൃദയം വേണം. നീ ആ യേശുവോട്, ദൈവത്തോട് നീ ആയിരിക്കണം. നിത്യജീവനുള്ള മകനായി, മകളായി ജീവിക്കണം. എന്ത് ചെയ്യണം? ആ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക. അവൻ നിനക്ക് വേണ്ടി മരിച്ചടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന്, എന്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ, എന്റെ പാപത്തിനായിട്ടാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മകനായി, മകളായി ഞാൻ ജീവിക്കും. എന്നെ ഞാൻ താഴ്ത്തുന്നു. ഞാൻ അങ്ങേ ഭയപ്പെട്ട് ജീവിക്കുമെന്ന് കടന്നു വന്നാൽ അവൻ നിന്നെ രക്ഷിക്കും. നിങ്ങൾക്കും ദൈവത്തിന്റെ മകനായി, മകളായി മാറുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, യേശു ലോകത്തെ സ്നേഹിച്ച് വലിയൊരു ദൗത്യവുമായി കടന്നു വന്നു. ആ കടന്നു വന്നതായ യേശുവിനെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മത്തായി 17-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പിതാവ് പറഞ്ഞതായ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വളരെ പരിചയമുള്ളതായ ഭാഗമാണല്ലോ. മത്തായി 17-ന്റെ 5-ാമത്തെ വാക്യം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു. പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. ഇന്ന് ഇതേ വാക്കുകൾ നമ്മളെക്കുറിച്ച് പിതാവായ ദൈവം പറയുമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. ഇവൾ എന്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന് പറയുമോ? പ്രിയമുള്ളവരെ, അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതം അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കും. നിങ്ങൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ചില ആളുകൾ ലോകത്തിൽ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവരെ നോക്കി അവരെങ്ങനെ ജീവിക്കുന്നു അതുപോലെ ഞാൻ ജീവിക്കണം. അവരെ പ്രീതിപ്പെടുത്തി, അവരെ പ്രസാദിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ കാണിച്ച് ജീവിക്കുന്ന ആളുകൾ. നോ, അങ്ങനെയുള്ള ജീവിതം നമുക്ക് വേണ്ട. ആളുകളെ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജീവിക്കുവാൻ പാടില്ല. നമ്മൾ ദൈവം നമുക്ക് നൽകിയത് അതിൽ തൃപ്തരായി, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇല്ലാത്തത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടക്കാതെ, ഉള്ളത് ദൈവം എനിക്ക് നൽകി, ദാനമായി നൽകി, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായി, സംതൃപ്തരായി എന്ത് ചെയ്യണം? ജീവിക്കണം. അങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണോ നമ്മൾ? ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ പഠിച്ചതായ കാര്യം, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു ബുദ്ധിയുള്ള ആരാധന ദൈവത്തിന് സമർപ്പിക്കണം. ആ ആരാധനയിൽ യാഗമുണ്ട്. എന്താണ് യാഗം? നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. അതിൽ ഒന്നാമത്തെ സ്വഭാവം എന്താണ്? യാഗത്തിന്റെ ഒന്നാമത്തെ നേച്ചർ, സ്വഭാവം, അത് ജീവനുള്ള യാഗം. രണ്ടാമത്തത് വിശുദ്ധിയുള്ള യാഗം. മൂന്നാമത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അങ്ങനെ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് അർപ്പിക്കാം. ഇത് ഒന്നാമത്തെ പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ട നിർദ്ദേശം. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സമയം അനുവദിക്കുന്നത് പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകാം. രണ്ടാമത്തെ വാക്യം റോമർ 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ പ്രായോഗിക കാര്യം, ദൈവ മക്കൾ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ദൈവമക്കൾ രൂപാന്തരപ്പെട്ടവരായി ജീവിക്കണം. ഒന്നാമത്തെ വാക്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ബുദ്ധിയുള്ള ആരാധന, അതിന്റെ വിവരണങ്ങൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ വാക്യത്തിൽ എന്താ? രൂപാന്തരപ്പെടുവേൻ. അതിന്റെ വിവരണങ്ങളാണ് നമ്മൾ പഠിക്കുവാനാണ് പോകുന്നത്. നമ്മൾ രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടണം, ആ വാക്ക് നമുക്കൊന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ബി ട്രാൻസ്ഫോംഡ്, രൂപാന്തരപ്പെടുക. ഈ രൂപാന്തരപ്പെടുക എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അത് മലയാള വ്യാകരണത്തിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു കാലം അല്ലെങ്കിൽ അതിൽ ആ ക്രിയാപദം എന്ന് പറയുന്നത് എങ്ങനെയാ? ആജ്ഞാ ക്രിയാ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതെന്താ? നേരത്തെ നമ്മൾ കണ്ട അതേ കാര്യമാണ്. എന്താ? സമർപ്പിക്കണം എന്ന് പറയുന്ന വാക്ക്, അതും ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എനിക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതൊരു ഓപ്ഷൻ അല്ല. നിങ്ങളൊരു ദൈവ മകനാണെങ്കിൽ മകളാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ടവരായി ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ. നമ്മൾ യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചത് എങ്ങനെയാ? എങ്ങനെയാ? ഒരു രക്ഷിതാവായിട്ട് സ്വീകരിച്ചു അല്ലേ? അതേ സമയം അവനെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിച്ചു. പരമാധികാരിയായ കർത്താവ്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് നിയന്ത്രണം വേണം. അവൻ എന്നെ നയിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനാണ്. ഈസ് മൈ മാസ്റ്റർ. അവൻ നമ്മുടെ യജമാനനാണ്. ആ യജമാനൻ പറയുന്നത് നമ്മൾ അവന്റെ ദാസന്മാരായി നമ്മൾ അത് അങ്ങനെ അനുസരിക്കണം. പ്രിയമുള്ളവരെ, രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടണം. ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നമുക്കൊരു മാറ്റം വേണം. We need to have a change. അപ്പോൾ ഇത് എന്താണ്? ദൈവത്തിന്റെ കൽപ്പനയാണ്, മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. രണ്ടാമത്തെ വ്യാകരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുന്നത് അത് നിഷ്ക്രിയാധ്വനി എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒറിജിനലി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നവന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ആരാ? ദൈവമാണ്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ത്രിയേക ദൈവമാണ്. നമ്മളൊരു റോബോട്ട് അല്ല. റോബോട്ട് അല്ലെങ്കിൽ ഒരു പാവ അല്ല. പാവ എന്ന് പറഞ്ഞാൽ ആ പാവയെ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാണ്? ഇങ്ങനെ എന്ത് ചെയ്യാ? അതിനെ ഉപയോഗിക്കുവാൻ കഴിയും. എന്നാൽ നമ്മൾ ദൈവത്തെ അനുവദിച്ചാൽ മാത്രമേ രൂപാന്തരമുള്ളവരായി ജീവിക്കുവാൻ കഴിയും. പലപ്പോഴും എന്താ ചെയ്യുന്നറിയാമോ? നമ്മളെ എന്ത് ചെയ്യാണ്? നിയന്ത്രണം ചെയ്തു പോവുകയാണ്. വി ആർ ഡ്രൈവിംഗ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത്, നമ്മളാണ് നിയന്ത്രണം ചെയ്യുന്നത്, നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ല, കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്റെ നിയന്ത്രണം മുഴുവനും അങ്ങയുടെ കരങ്ങളിൽ നൽകുന്നു. അങ്ങ് എന്നെ നിയന്ത്രണം ചെയ്യണമേ എന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാമോ പ്രിയമുള്ളവരെ? അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തും. എങ്ങനെ ഉള്ളവരുമാകട്ടെ, നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നവരാണ്. നമ്മൾ രൂപാന്തരപ്പെടണമെന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നവന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മൂന്നാമതായിട്ട് രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുന്ന വാക്ക്, അത് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രീക്ക് ഭാഷയിൽ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യണ്ട, എന്ത് പറഞ്ഞ ചിന്താകുലരാകേണ്ട ആവശ്യമില്ല. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. അത് സയൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പലപ്പോഴും പല കുഞ്ഞുങ്ങളും അത് പഠിച്ചിട്ടുള്ളതായ വാക്കാണ് അല്ലേ? പഠിച്ചു അത് ഇല്ല, മറന്നുപോയി, അന്ന് ക്ലാസ്സിൽ പോയില്ല. ഓക്കെ, അപ്പോൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ആ വാക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ചിത്രശലഭം ഒരു മുട്ടയായി, ഒരു പുഴുവായി ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിന്റെ പുഴുക്കൂട്ടിൽ
അതിൻ്റെ അകത്തിരുന്ന് പല രൂപമാറ്റം അതിന് വന്ന് അവസാനം ആ പുഴുക്കൂടിൽ അല്ലെങ്കിൽ ആ കൊക്കൂണിന്റെ അകത്ത് നിന്ന് പുറത്ത് ഒരു മനോഹരമായ ചിത്രശലഭമായി വരുന്ന ആ രൂപമാറ്റത്തിന് പറയുന്നതാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന വാക്ക്. അതേ വാക്കാണ് ബൈബിളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. രൂപമാറ്റം, ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതായ ഒരു രൂപമാറ്റം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനെ കാണുമ്പോൾ ഒരു കൊക്കൂൺ അല്ലെങ്കിൽ പുഴുവായി കാറ്റർപില്ലർ ആയിരിക്കുമ്പോൾ ഈ ചിത്രശലഭത്തിന് ആർക്കും ഇഷ്ടമില്ല, അല്ലേ? ആരും അതിനെ താലോലിക്കുകയില്ല, ഓ വാവ് എന്ന് പറയുകയില്ല, അല്ലേ? എന്നാൽ അത് മനോഹരമായ ചിത്രശലഭമായി മാറുമ്പോൾ മാത്രം വാവ് സൂപ്പർ ആൻഡ് വണ്ടർഫുൾ, എത്ര മനോഹരമെന്ന് പറയും. അതുവരെ ആർക്കും ഇഷ്ടമില്ല. അതെ, ഈ രൂപമാറ്റം പുറമേ നടക്കുന്നതല്ല. ഇന്റേണൽ ചേഞ്ച്, ആന്തരികമായി ഉള്ളിൽ നടക്കുന്നതായ മാറ്റം ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. നമ്മളെ കണ്ടാൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്, അവർ നമ്മളെ കളിയാക്കും. ഞാൻ സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാണ്, അവർ നമ്മളെ ഫൺ ചെയ്യും, നമ്മളെ അപമാനിക്കും, നിന്ദിക്കും, അല്ലേ? നമ്മളെ കളിയാക്കും. കളിയാക്കിക്കോട്ടെ, ഇന്ന് അവർക്ക് മനസ്സിലാകുകയില്ല. ഒരു കാറ്റർപില്ലറുടെ രൂപത്തിലിരിക്കുമ്പോൾ ആരും ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ആ ഒരു കൊക്കൂണിന്റെ അകത്ത് അതിൽ പല രൂപമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ദൈവമകനായി നമ്മൾ ജീവിച്ചാൽ, മക്കളായി ജീവിച്ചാൽ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ, നമ്മുടെ പുറമേ ഉള്ളതായ ആ ഒരു കോലം, അല്ലേ, അലങ്കോലമാകാം. എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപമെല്ലാം മാറിപ്പോകാം. നമ്മളെ കാണാൻ അത്ര ഭംഗിയില്ലാതിരിക്കാം, ഒരു പേഴ്സണാലിറ്റി ഇല്ലാതിരിക്കാം, ഇരിക്കട്ടെ. നമുക്ക് അത്ര പണമില്ലാതിരിക്കാം, നോ പ്രോബ്ലം. രോഗങ്ങളായിരിക്കാം, പലതരത്തിലുള്ളതായ പ്രയാസങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തിന് നമ്മളെയാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന രൂപമാറ്റം, മെറ്റാമോർഫോസിസ്, ഇത് ഉള്ളിൽ നടക്കുന്നതാണ്, ആർക്കും കാണാൻ കഴിയുകയില്ല. നിങ്ങൾ ഒരു ദൈവമകനായി ജീവിച്ചാൽ, ദൈവമകളായി ജീവിച്ചാൽ പ്രിയമുള്ളവരെ, ആ ഉള്ളിൽ ഒരു രൂപമാറ്റം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഫെലിക്സ് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഇപ്പൊ അവൻ വളരെ ആക്റ്റീവായി. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്തു? യേശു കർത്താവിനോടുകൂടെ അവിടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. റൈറ്റ്? ഇന്ന് മുതൽ എന്താ എല്ലാവരും നോക്കും, രൂപമാറ്റമുണ്ടോ, ഒരു വ്യത്യാസമുണ്ടോ എന്ന് അവർ നോക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു രൂപമാറ്റം അല്ലെങ്കിൽ ഒരു രൂപാന്തരമുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇതിൽ പറഞ്ഞത് ഉള്ളിൽ നടക്കുന്ന ഒരു മാറ്റം, ഒരു ചേഞ്ച്. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകുകയില്ല, പുറമേ ഉള്ളതായ മാറ്റം അല്ല. ഇത് എപ്പോൾ ആരംഭിക്കുന്നത് ഈ രൂപമാറ്റം? 2 കൊരിന്ത്യർ 5:17 വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ആരാ? അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് പുതിയതായി മാറിയിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണ്. അതാണല്ലോ ഇന്ന് സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചത്, അല്ലേ? സൺഡേ സ്കൂൾ മനപ്പാഠം ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചാലും എന്ത് ചെയ്യും? മനപ്പാഠമായിട്ട് അവര് പറയും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാൽ, ദൈവമകനായാൽ അവൻ ആരാ? പുതിയ സൃഷ്ടി. പ്രിയമുള്ളവരെ, ഒരു രൂപാന്തരം വരണമെങ്കിൽ നിങ്ങൾ ആദ്യം രക്ഷിക്കപ്പെടണം, ദൈവമകനായി തീരണം, ദൈവമകളായി തീരണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ, ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ പെട്ടെന്ന് ഒരു മാറ്റം വരികയില്ല, ഉണ്ടാകുകയില്ല. ഉള്ളിൽ നടക്കുന്നതാണ്, നമ്മുടെ കണ്ണുകളാൽ കാണാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. അവസാനമാണ് അത് വെളിപ്പെടുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയം ഈ രൂപമാറ്റം അല്ലെങ്കിൽ ഈ ഒരു രൂപാന്തരം ആരംഭിക്കുകയാണ്. അയ്യോ, ഞാൻ ദൈവത്തെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്തോത്രം, ഞാൻ സ്വർഗത്തിൽ പോകുകയാണ്, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തി മിണ്ടാതെ നടക്കാനല്ല. അന്ന് മുതൽ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടാനുള്ളതായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രിയമുള്ളവരെ? രക്ഷിക്കപ്പെട്ട് 5 വർഷമായി, 10 വർഷം, 20, 40, 50 വർഷങ്ങളായി. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ? കുഞ്ഞ് അല്ലെങ്കിൽ ശിശുക്കളെ പോലെയാണ് ജീവിക്കുന്നത്? നിങ്ങൾ വളർന്നിട്ടുണ്ടോ? നിങ്ങളുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അന്ന് എങ്ങനെയോ അതുപോലെയാണോ ഇപ്പോൾ?
നിങ്ങൾ പറയും, ഞാനല്ലേ പറഞ്ഞത്, പുറത്ത് അറിയാൻ പറ്റില്ല, എനിക്ക് രൂപമാറ്റമുണ്ട്. അങ്ങനെയാണോ ജീവിക്കുന്നത്? രൂപമാറ്റമുണ്ടെങ്കിൽ വാക്കുകളിൽ കൂടി, നമ്മുടെ പ്രവൃത്തികളിൽ കൂടി അത് വെളിപ്പെടും. എന്നാൽ പുറമേ നമ്മുടെ ശരീരത്തിലുള്ളതായ രൂപമാറ്റമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, കൊലോസ്യർ 3:9-10 വാക്യങ്ങളിൽ ഈ രൂപാന്തരത്തെ കുറിച്ച് പൗലോസ് മറ്റൊരു ആശയത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യർ 3:9-10 വാക്യങ്ങൾ. നോക്കണേ, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇത് നിങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ പിശാച് പറയും, ഇത് കേൾക്കണ്ട, ഇതല്ല എന്ന് പറയാം. എന്നാൽ നോക്കുക, അവിടെ എങ്ങനെയാണ് പറയുന്നത്? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യൻ, അതിലൊരു പ്രത്യേകത ഉണ്ട്. എങ്ങനെയാ? പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ, പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ, രൂപാന്തരപ്പെടുന്ന പുതിയ മനുഷ്യൻ. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. 2 മനുഷ്യന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പഴയ മനുഷ്യൻ, മറ്റൊന്ന് പുതിയ മനുഷ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. ഇന്ന് വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യന്റെ പാപ സ്വഭാവത്തിന്റെ പ്രവൃത്തികളെ മാറ്റിവെക്കണം. പ്രിയമുള്ളവരെ, അത് വളരെ അഴുക്ക് നിറഞ്ഞതാണ്, ഡേർട്ടിയാണ്. നമ്മൾ ഒരു വസ്ത്രം അത് പഴകിപ്പോയാൽ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചാൽ നമ്മൾ ഉരിഞ്ഞുകളയും, മാറ്റിവെക്കും, അല്ലേ? ആ ഒരു അർത്ഥത്തിലാണ്, പിക്ചറിലാണ്, ചിത്രത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അത് എങ്ങനെയാ നമുക്ക് ഉരിഞ്ഞു കളയുവാൻ കഴിയുന്നത്? എങ്ങനെ? അതിൽ തന്നെ പറയുകയാണ്. ഒരു എക്സാമ്പിൾ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാ പഴയ മനുഷ്യനെ മാറ്റിവെക്കുക? അതിനൊരു ഉദാഹരണം എന്താ? 9-ാമത്തെ വാക്യത്തിലുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ ഒരു ഉദാഹരണമുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? അന്യോന്യം ബോസ്ക് പറയരുത്. അത് പഴയ മനുഷ്യനെ മാറ്റിവെക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. തമ്മിൽ കള്ളം പറയരുത്. ഇന്നലെ നമ്മൾ പഠിച്ചതാ, അല്ലെ? ഇന്നലെ നമ്മൾ കേട്ടതാ, കള്ളം പറയരുത്. എന്തിനും ഏതിനും കള്ളം പറയുന്ന സ്വഭാവം നിർത്തണം പ്രിയമുള്ളവരെ. നിർത്താം. നമുക്ക് കള്ളം പറയാതെ ജീവിക്കുവാൻ കഴിയുമോ? എന്നാൽ ഇംഗ്ലീഷ് ഇങ്ങനെ പറയും, we cannot live a sinless life but we can sin less, അല്ലേ? അത് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നതായ പാപം, ചിന്തിക്കുന്നതായ പാപം, സംസാരിക്കുന്ന പാപം, അത് കുറച്ചുകൊണ്ടേ വരണം. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചുകൊണ്ട് രൂപാന്തരമുള്ളവരായി വരണം. കള്ളം പറയുന്നത് ഓരോന്നായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യണം, കുറയ്ക്കണം. കൂട്ടുകാരല്ല ചെയ്യേണ്ടത്, അത് കുറയ്ക്കണം. ബോസ്ക് പറയുന്നത് കുറയ്ക്കുക. അങ്ങനെ നമ്മൾ ഉരിഞ്ഞു കളയണം, മാറ്റിവയ്ക്കണം. പുതിയ മനുഷ്യന് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. അതും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ സ്വഭാവം, ദിവ്യ സ്വഭാവം, ക്രിസ്തുവിന്റെ നീതി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പുതിയ മനുഷ്യനെ ആളുകൾ കാണണം, ക്രിസ്തുവിനെ അവർ കാണണം, ക്രിസ്തുവിനെ കേൾക്കണം, ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നമ്മിൽ കൂടി വെളിപ്പെടണം. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ രൂപാന്തരമുള്ളവരായി ജീവിക്കുന്നതിന്റെ ഒരു തെളിവ്. അങ്ങനെ വന്നാൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരമാകും. നമുക്കറിയാം, നമ്മളെല്ലാം സൃഷ്ടിച്ചവൻ ആരാണ്? ദൈവമാണ്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്വന്തം സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്നാൽ പാപം വന്നപ്പോൾ അത് നമ്മിൽ നിന്ന് പോയില്ല. എന്നാൽ അതിന്റെ രൂപം ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ തിരിച്ച് ആ പഴയ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അനുരൂപമാകണം. ആ പ്രതിമ പ്രകാരം നമ്മൾ ലോകത്തിൽ ജീവിക്കണം. അതിനായിട്ട് കർത്താവ് നമുക്ക് പുതിയ മനുഷ്യനെ തന്നിട്ടുണ്ട്. എന്നാൽ പുതുക്കം പ്രാപിച്ചവരായി, അതിനെ വെളിപ്പെടുത്തുന്നവരായി, ആ ക്രിസ്തുവിനോട് തുല്യരാകുന്നവരായി നമ്മൾ ആയിത്തീരേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ അറിയുന്നവരായി നമ്മൾ ആകണം. മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. 2 കൊരിന്ത്യർ 4 അതിന്റെ 16-ാമത്തെ വാക്യവും നമ്മൾ വായിക്കാം. അവിടെയും ഈ പുതുക്കം പ്രാപിക്കുന്ന രൂപാന്തരത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4-ന്റെ 16-ാമത്തെ വാക്യം.
ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും അല്ലെ. ഇവിടെ പറയുന്നത് അകമേ ഉള്ള മനുഷ്യൻ, പുറമേ ഉള്ള മനുഷ്യൻ. ഇവിടെ പറയുന്നത് പുറമേ ഉള്ളതായ മനുഷ്യൻ അവൻ ആരാ? ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരം. പുറമേ ഉള്ളവൻ അവൻ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ പ്രായമാകും തോറും നമ്മുടെ പുറമേ ഉള്ളതായ മനുഷ്യൻ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗമുണ്ട്, ദുഃഖമുണ്ട്, വേദന ഉണ്ട്, നടക്കാൻ വയ്യ, കാണാൻ വയ്യ, ഇങ്ങനെ ഉള്ളതായ രീതിയിൽ പുറമേ ഉള്ളവൻ അങ്ങനെ ക്ഷയിച്ചു കൊണ്ടുപോവുകയാണ്. എന്നാൽ അധൈര്യപ്പെടാൻ പാടില്ല, ധൈര്യമുള്ളവരായിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും അകമേ ഉള്ളതായ മനുഷ്യൻ അവൻ എങ്ങനെയാ? നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അങ്ങനെയാണല്ലോ ഇന്ന് എന്താ സംഭവിക്കുന്ന അറിയാമോ? പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ പിശാച് വരും. അവൻ പറയും, നിനക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഷ്ടതകൾ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അകമേ ഉള്ളതായ മനുഷ്യനെ പുതുക്കം പ്രാപിക്കുവാൻ അനുവദിക്കാതെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവനാണ് പിശാച്. അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. റൈറ്റ്? അപ്പോൾ ഇവിടെ പറയാണ്, നമ്മൾ അധൈര്യപ്പെടുവാൻ പാടില്ല, ധൈര്യമുള്ളവരായി നമ്മൾ അകമേ ഉള്ളതായ മനുഷ്യനെ പുതുക്കം പ്രാപിക്കുന്നവരായി മുൻപോട്ട് പോകണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരാം, ദുഃഖം കടന്നു വരാം, എന്തു തന്നെ വന്നാലും ഈ കർത്താവിനെ വിട്ടിട്ട് ഞാൻ പിന്മാറുകയില്ല എന്നുള്ളതായ രീതിയിൽ അവനെ അനുഗമിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിനെ ഈ ലോകത്തുള്ളതായ നന്മകൾക്ക് വേണ്ടി നമ്മൾ അനുഗമിച്ചാൽ അത് പരാജയമാണ്. അത് പരാജയമാണ്. ലോകപരമായ നന്മകൾക്ക് വേണ്ടി യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ഒത്തിരി പേർ അനുഗമിക്കുവാനിടയായി. യഥാർത്ഥ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവിനെ വിട്ടിട്ട് അവർ പോയി. ഇന്ന് ഈ ലോകത്തുള്ള നന്മകൾ, രോഗശാന്തി, അതുപോലെ ലോക നന്മകൾ, അതായത് ബിസിനസ്സിന് വേണ്ടി, പണത്തിനു വേണ്ടി, അതുപോലെ ഒരു വീടിന് വേണ്ടി, കാറിന് വേണ്ടി കർത്താവിനെ അനുഗമിച്ചാൽ പ്രിയമുള്ളവരെ, അത് നിരന്തരമല്ല. അങ്ങനെയല്ല, അതിനു വേണ്ടിയല്ല കർത്താവിനെ നിങ്ങൾ അനുഗമിക്കേണ്ടത്. അല്ല, യേശു കർത്താവിനെ യഥാർത്ഥമായി അനുഗമിച്ചാൽ ലോകത്തിൽ എന്ത് തന്നെ വന്നാലും അവനെ വിട്ട് പിന്മാറുകയില്ല. യോബ് അതാണല്ലോ പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും അവന് വേണ്ടി കാത്തിരിക്കും, അവന് വേണ്ടി കാത്തിരിക്കും. അവന്റെ പുറമേ ഉള്ള മനുഷ്യൻ അത് ഇങ്ങനെ വളരെ വ്രണങ്ങളാൽ, ഇങ്ങനെ അതിന്റെ വേദനകളാൽ നിറഞ്ഞിരിക്കുന്ന ആ യോബ് പറയുകയാണ്, അവന് വേണ്ടി കാത്തിരിക്കും, അവനെന്നെ കൊന്നാലും അവസാനത്തോളം അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് പറയുന്ന ആ ഒരു ഉറപ്പുള്ള മനുഷ്യനായിരുന്നു യോബ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഒരു പുതുക്കം പ്രാപിക്കുന്നവരായി, അതുപോലെ എങ്ങനെ രൂപാന്തരപ്പെടുന്നവരായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. 2 കൊരിന്ത്യർ 3:18 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 3:18 വാക്യം നമുക്കൊന്ന് വായിക്കാം. മതി. അതായത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നവരായി നമ്മൾ എന്ത് ചെയ്യണം? ആയിത്തീരണം എന്ന് പറഞ്ഞാൽ, ചെറുപ്പനാളുകളിൽ ആ സൂര്യന്റെ വെളിച്ചമുണ്ടല്ലോ, അതിനെ പുറത്തു നിന്ന് കണ്ണാടി ഉപയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അങ്ങനെ അടുപ്പിക്കുന്ന ആ ഒരു കളി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ വേറെ പല ഇല്ലേ? ഇല്ല, ശരി, ഓക്കെ. അപ്പോൾ അതായത് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ കണ്ണാടിയിൽ പ്രതിബിംബിക്കുക. ആ കർത്താവിന്റെ ദൈവത്തിന്റെ തേജസ് ഈ ലോകം കാണണം. അതിന് നമ്മൾ ഒരു കണ്ണാടിയായി മാറണം. കണ്ണാടിയായി മാറണമെങ്കിൽ രൂപാന്തരപ്പെടണം. അങ്ങനെ രൂപാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ തേജസ് നമ്മിൽ കൂടി പ്രതിബിംബിക്കപ്പെടും, ആളുകൾ കാണും. പ്രിയമുള്ളവരെ, അങ്ങനെ വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഇത്രയും സമയം രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. കുറച്ച് സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. എന്ത് സംഭവിക്കുമെന്ന് അടുത്ത നിമിഷം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്താൻ പോവുകയാണ്. അതായത് രൂപാന്തരപ്പെടണം. ഇപ്പോൾ ഒരു ചോദ്യം, എങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടത്?
എങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടത്? ആ വാക്യത്തിൽ തന്നെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടണം? ഒന്നാമത്തെ കാര്യം, ഒരു പ്രാവശ്യം ആ വാക്യം വായിക്കാം. അതായത് റോമർ 12:2 വാക്യം. റോമർ 12:2 വാക്യം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഞാൻ പറയട്ടെ, ഇവിടെ പറയുന്ന വാക്ക് അനുരൂപരാകരുത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഗ്രീക്ക് ഭാഷയിലുള്ള വാക്ക് തരാൻ, നിങ്ങൾ പേടിക്കണ്ട, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അതിന്റെ അർത്ഥം ഇതാ, വാക്കിതാണ്. സുസ്കെമാറ്റിസോ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. അതായത് ഒരു അച്ചിൽ ഒരു വസ്തുവിനെ സ്ഥാപിച്ച് സമ്മർദ്ദം ചെലുത്തി ആ അച്ചിന്റെ ആകൃതിയിൽ ആയിത്തീരുന്ന ഒരു പ്രോസസ്സിനാണ് പറയുന്നത് സുസ്കെമാറ്റിസോ അല്ലെങ്കിൽ അനുരൂപം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കസേരകൾ എല്ലാം ഒരേ രൂപത്തിലാണ്. അതിന് കാരണം ഇതിനെല്ലാം ഒരു അച്ചുണ്ട്. ആ അച്ചിൽ പ്ലാസ്റ്റിക്കിനെ വെച്ച് ആ അച്ചിന്റെ സമ്മർദ്ദത്തിൽ ആ അച്ചിന്റെ ആകൃതിയിലാണ് ഈ പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങനെയുള്ള ഒരു രൂപത്തിലേക്ക്, ഡിസൈനിലേക്ക് ആയിത്തീർന്നത്. അല്ലേ പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ഒരിക്കലും നമ്മളെ ലോകമായ അച്ചിൽ കൊടുത്ത് ആ ലോകം നമ്മളെ സമ്മർദ്ദം ചെലുത്തി ആ ലോകത്തിന്റെ ഡിസൈനിൽ നമ്മളായി തീരുവാൻ പാടില്ല. അനുരൂപമല്ല വേണ്ടത്, രൂപാന്തരമാണ് വേണ്ടത്. ലോകത്തെ പോലെ നിങ്ങൾ ഞാനും മാറാൻ പാടില്ല. ഇന്ന് നമ്മൾ എന്താ, ആ വ്യക്തിയെ പോലെ ഞാൻ ആകണം, ആ വ്യക്തിയെ പോലെ എന്റെ ഹെയർ സ്റ്റൈൽ ആകണം, ആ വ്യക്തിയെ പോലെ എന്റെ ഡ്രസ് ആകണം, ആ വ്യക്തി നടക്കുന്നത് പോലെ നടക്കണം, സംസാരിക്കുന്നത് പോലെ നടക്കണം, അവര് ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കണം, അവരെക്കാൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. എന്താണ് ഒരു നിലവാരം? ഈ ലോകമല്ല, ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങളല്ല, ലോകത്തിന്റെ പ്രമാണങ്ങളല്ല. പ്രിയമുള്ളവരെ, പാപം നിറഞ്ഞതായ ഈ ലോകം പറയുന്നത് പോലെയല്ല നമ്മുടെ ജീവിതത്തിനെ നയിക്കേണ്ടതിന്, നമ്മുടെ കുടുംബത്തെ നയിക്കേണ്ടത്, നമ്മുടെ സഭയെ നയിക്കേണ്ടത്. ഈ ലോകം ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരാൻ പാടില്ല. ഈ ലോകം ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ വരുവാൻ പാടില്ല, നമ്മുടെ സഭകളിൽ കടന്നു വരുവാൻ പാടില്ല. ലോകത്തിന് അനുരൂപരായി ലോകത്ത് നമ്മൾ ജീവിക്കുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ നമ്മളെ കുറിച്ച്? ദൈവത്തിന്റെ ആഗ്രഹം റോമർ 8:28 വാക്യം. റോമർ 8:29 വാക്യം. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്, ഇനി ശ്രദ്ധിക്കുക, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം ആ തന്റെ പുത്രനായ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യണം? അനുരൂപരാകണം. ലോകത്തോട് അനുരൂപരാകാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ലോകത്തോട് തുല്യരാകുവാനല്ല ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ആ കാൽവറി ക്രൂശിൽ ഒഴുക്കി നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ലോകത്തെ പോലെ ആകണ്ട. ആ കർത്താവിനെ പോലെ അവന്റെ സ്വരൂപത്തോടുകൂടെ അനുരൂപരായി നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് എന്ത് വേണ്ട, അത് എന്താണ് വേണ്ടത്? മെറ്റാമോർഫോസിസ് ആണ് വേണ്ടത്, സുസ്കെമാറ്റിസോ അല്ല. എന്ന് പറഞ്ഞാൽ രൂപാന്തരമാണ് നമുക്ക് വേണ്ടത്, ഇന്റേണൽ ആയിട്ട് നടക്കുന്നത്, അല്ലാതെ അനുരൂപമല്ല. ഇതിന് രണ്ടിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇതെല്ലാം രൂപമാറ്റമാണ്, അല്ലെ? രൂപമാറ്റം. എന്നാൽ ആ ചിത്രശലഭത്തിന്റെ രൂപമാറ്റം എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് നടക്കുന്നതാണ്, ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ കസരയുടെ രൂപമാറ്റം എന്ന് പറയുന്നത് പുറമേ നടക്കുന്ന മാറ്റം, അല്ലേ? ഇന്ന് അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ പുറമേ ഉള്ളതായ മാറ്റം, അലങ്കാരം, അല്ലെങ്കിൽ അതാണ് പ്രാധാന്യം നൽകുന്നത്. നോ, അങ്ങനെയുള്ള ഡെക്കറേഷൻ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ആത്മീകമായിട്ടുള്ളതായ ആ ഒരു എന്താണ്, അതിനെന്താ പറയുന്നത്? അലങ്കാരം. അലങ്കാരം, അലങ്കാരം, പെയിന്റിങ്സ്. നമുക്ക് അതിൽ വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ. പ്രിയമുള്ളവരെ,
ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ. വളരെ വളരെ ആവശ്യമാണ്. നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ലോകത്തോട് അനുരൂപരാകുവാൻ പാടില്ല. രൂപാന്തരപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ലോകത്തോട് അനുരൂപരാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കണം. ശരീരം ഒരിക്കലും ലോകത്തെ പോലെ ആക്കി എടുക്കുവാൻ പാടില്ല. രണ്ട്, രൂപാന്തരം വേണമെങ്കിൽ നമ്മുടെ മനസ്സിന് പുതുക്കം വേണം. മനസ്സിന് പുതുക്കം വേണം. മനസ്സ് അത് വലിയൊരു സംഭവമാണ്, അല്ലേ? മനസ്സ് അത് ഒരു വലിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പലപ്പോഴും നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഒരു പുതുക്കമില്ലാത്തത് കൊണ്ട് മനസ്സുകൊണ്ട് പാപം ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിലുള്ള എല്ലാ കൽപ്പനകളും നമ്മൾ ലംഘിച്ചാൽ ആളുകൾ അറിയും. എന്നാൽ ഒരു കൽപ്പന ലംഘിച്ചാൽ ആളുകൾക്ക് അറിയുവാൻ കഴിയുകയില്ല. എന്താണ്? മോഹിക്കരുത്. മോഹം, അല്ലേ? മോഹം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മൾ മോഹിക്കുന്നവരായിരിക്കാം, ആർക്കും അറിയില്ല. നമ്മുടെ മനസ്സിനെ നിയന്ത്രണം ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചെയ്താൽ നമുക്കൊരു പുതുക്കം കടന്നു വരുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ഈ ലോകത്തിന്റെ പ്രഭു ആളുകളുടെ മനസ്സിനെ എന്ത് ചെയ്തിരിക്കുകയാണെന്ന് അറിയാമോ? കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു നമ്മൾ. ഇന്ന് പലരുടെയും അടുക്കലേക്ക് സുവിശേഷവുമായി കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കിത് വേണ്ട എന്ന് അവർ ഇങ്ങനെ തള്ളിവിടുകയാണ്. കാരണം പിശാച് അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്നതായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം ഈ യേശു കർത്താവിനെ നിങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട്, വേണ്ടാമെന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് കാരണം പിശാച് നിങ്ങളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കണ്ണു തുറക്കുവാനായിട്ട്, ഹൃദയം തുറക്കുവാനായിട്ട് ദൈവം അവൻ റെഡിയായിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വാതിൽ അവൻ മുട്ടുകയാണ്. നിങ്ങളത് തുറന്നു കൊടുത്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ യേശു കർത്താവ് റെഡിയായിരിക്കുകയാണ്. അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ? അപ്പോൾ അവിശ്വാസികളുടെ അവരുടെ മനസ്സിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ വിശ്വാസിയായ നമ്മൾ എങ്ങനെയുള്ളവരായി ജീവിക്കണം? ഒരു വാക്യം ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം, പെട്ടെന്ന് വായിക്കാം. എഫേസ്യർ 4:17-18 വാക്യങ്ങൾ. എഫേസ്യർ 4:17-18 വാക്യങ്ങൾ. ഓക്കെ, ഇവിടെ ചില വാക്കുകളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് വ്യർത്ഥബുദ്ധി, അടുത്തത് അന്ധബുദ്ധി, അടുത്തത് അജ്ഞാനം, അടുത്തത് ഹൃദയകാഠിന്യം. ഇതെല്ലാം ഏതിനുള്ള ബന്ധത്തിലാണെന്ന് അറിയാമോ? മനസ്സിനോടുള്ളതായ ബന്ധത്തിലാണ്. ഇത് ജാതികൾക്കുണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് എഫെസോസിലുള്ളതായ വിശ്വാസികളെ നോക്കി പറയുകയാണ്, നിങ്ങൾ അവരെ പോലെ വ്യർത്ഥബുദ്ധിയുള്ളവരായി, അന്ധബുദ്ധിയുള്ളവരായി, അജ്ഞാനമുള്ളവരായി, ഹൃദയ കാഠിന്യമുള്ളവരായി നിങ്ങൾ ജീവിക്കുവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുവാൻ സാധ്യത ഉണ്ട്, അല്ലേ? ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സ് പുതുക്കം വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അന്ധബുദ്ധിയുള്ളവരായി ജീവിക്കും. ഇന്ന് ചില വിശ്വാസികൾ അവർക്ക് എത്ര പറഞ്ഞാലും അവർ ചെയ്യുന്നത് തെറ്റെന്ന് അവർക്ക് മനസ്സിലാകുകയില്ല. എത്ര പറഞ്ഞാലും ചില ഉപദേശപരമായ വിഷയങ്ങൾ അവർ ഒരിക്കലും അത് തെറ്റെന്ന് അംഗീകരിക്കുകയില്ല. ശരി, അത് ഒരിക്കലും സ്വീകരിക്കുകയില്ല. ജാതികളെ പോലെ വ്യർത്ഥബുദ്ധിയുള്ളവരായിരിക്കുകയാണ്. ഹൃദയ കാഠിന്യം എത്ര വലിയ പാപം ചെയ്താലും അത് പാപമെന്ന് മനസ്സിലാക്കാതെ, ഒരു ദൈവഭയമില്ലാതെ ജീവിക്കുവാൻ കാരണം മനസ്സ് പുതുക്കമില്ലാത്തതാണ് കാരണം. പ്രിയമുള്ളവരെ, അവരെ പോലെ നമ്മൾ ജീവിക്കുവാൻ പാടില്ല. 1 കൊരിന്ത്യർ 2:16 വാക്യത്തിൽ അവിടെ പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ സഭയെ നോക്കി പറയുകയാണ്, നിങ്ങൾക്കും എനിക്കും രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ഉള്ളത് എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ മനസ്സ് നമുക്ക് തന്നിരിക്കുകയാണ്.
നമുക്ക് കർത്താവിന്റെ മനസ്സുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ മനസ്സുള്ളവരായ നമ്മൾ ജാതികളെ പോലെ അവരെ പോലെ ചിന്തിച്ച് ആ മനസ്സിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് പാടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊലോസിയർ 3:2 വാക്യത്തിൽ പറയുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. മനസ്സ് പുതുക്കം വന്നവർക്ക് മാത്രം ചിന്തിക്കുന്ന ചിന്ത ഉയരത്തിലുള്ളതായ ചിന്ത, മറ്റുള്ളവരെല്ലാം ഭൂമിയിലുള്ളതായ ചിന്ത. അല്ലേ അല്ലേ? ഒരു മൃഗത്തിനെ പോലെ എപ്പോഴും അത് താഴെ നോക്കി തന്നെ നടക്കും. ഒരു പ്രാവശ്യം മാത്രം അത് മുകളിലേക്ക് നോക്കും. അതേത് മൃഗമാ? പന്നികൾ. സോറി, അങ്ങനെ. അതായത് ഇന്നലെ നമ്മൾ പഠിച്ചതായ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും താഴോട്ട് നോക്കി ലോകപരമായ കാര്യങ്ങൾ നോക്കി അതല്ല പ്രിയമുള്ളവരെ, ദൈവത്തെ, ഉയരത്തിലുള്ളതിനെ നമ്മൾ നോക്കി നടക്കണം. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് പുതുക്കമുള്ളവരായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് ലോകത്തിലുള്ളതായ ആളുകളാണ്. നമ്മൾ അവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ രൂപാന്തരമുള്ളവരായി ജീവിക്കണം. സോ സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് അബവ്. ഉയരത്തിലുള്ളതായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് വെച്ച് നമ്മൾ മുൻപോട്ട് പോകണം. റോമർ 13:14 വാക്യത്തിൽ പറയുകയാണ്, അതിന്റെ അവസാന ഭാഗം, ജഡത്തിനായി ചിന്തിക്കരുത്, ജഡത്തിനായി ചിന്തിക്കരുത്, പാപത്തിനായി ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാലുള്ള പ്രശ്നം എന്താ? ആ വാക്യത്തിൽ തന്നെ പറയുകയാണ്, മോഹങ്ങൾ എന്ത് ചെയ്യും? ജനിക്കും. മോഹങ്ങൾ ജനിക്കും. ദൈവം നമുക്ക് മനസ്സ് തന്നിട്ടുണ്ട്, ഹൃദയം തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്. മനസ്സ് എന്തിനാണെന്നറിയാമോ? ചിന്തിക്കുവാൻ. ഹൃദയം വികാരങ്ങളുടെ ഇരിപ്പിടം. നമ്മൾ എന്താണ് കൂടുതലും ചിന്തിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൽ വികാരങ്ങൾ പുറപ്പെടും. നമ്മുടെ ശക്തി എന്തിനാ? ആ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. ആ ചില തീരുമാനങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ ശക്തിയെ ഉപയോഗിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആരംഭം നമ്മുടെ ചിന്ത, മനസ്സ്. നമ്മുടെ ചിന്ത എങ്ങനെ ഉള്ളതാണ് ഇരിക്കുന്നത്, അത് എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിന്റെ പ്രകാരമാണ്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വികാരങ്ങളും നമ്മുടെ പല തീരുമാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത ഒരു പ്രമാണം, ഒരു കൽപ്പന എന്താണെന്നറിയാമോ? ഷെമാ പാസേജ്. ഹിയറോ ഇസ്രായേൽ, ഇസ്രായേലേ നീ കേൾക്ക, ഇത് നീ അനുസരിക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്ത വാക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആവർത്തനം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്നേഹിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം, നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം, നമ്മുടെ ശക്തി കൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചാൽ ആ കർത്താവിനെ സ്നേഹിക്കുവാനുള്ളതായ പ്രചോദനം നൽകുന്നതായ വികാരങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് കർത്താവിനെ? നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ സ്നേഹിച്ചു, ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആ കാൽവരി ക്രൂശിലാണ് ആ സ്നേഹം വെളിപ്പെടുന്നത്. തന്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞു അവൻ. നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞതായ തന്റെ പുത്രൻ. അവിടെ കടന്നുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തിനാണ് എന്നെ കൈവിട്ടതെന്ന് നിലവിളിക്കുന്നതായ തന്റെ പുത്രന്റെ നിലവിളി പോലും അവൻ കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആ വലിയ ഒരു മരണം, അല്ലെങ്കിൽ ആ ഒരു വലിയ ഒരു യാഗം അതിൽ കൂടി കടന്നു പോകുവാൻ അനുവദിച്ചു. പ്രിയമുള്ളവരെ, അവൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. അവനെ കൈക്കൊണ്ടാൽ, അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അവന് വേണ്ടി ലോകത്തിൽ ജീവിക്കുവാൻ, അവന് വേണ്ടി രൂപാന്തരമുള്ളവരായി ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയാകും. ഇതുവരെയിലും ഈ യേശു കർത്താവിന് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുക.
അവന്റെ ആ ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ മാറുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ സ്വീകരിച്ചതായ ദൈവമക്കളായ നമ്മൾ, പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന്, ബുദ്ധിയുള്ളതായ ആരാധന ദൈവത്തിന് അർപ്പിക്കാം. നമ്മുടെ ശരീരത്തെ ജീവനുള്ള, വിശുദ്ധിയുള്ള, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കാം. അടുത്തതായിട്ട് നമ്മൾ കണ്ടത്, നമ്മൾ രൂപാന്തരമുള്ളവരായി നമുക്ക് ജീവിക്കാം. ലോകത്തോട് അനുരൂപരാകാതെ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ അനുരൂപരായി, ഒരു രൂപാന്തരമുള്ളവരായി നമ്മൾ മനസ്സ് പുതുക്കി നമുക്ക് ജീവിക്കാം. മറ്റൊരു കാര്യം അവിടെ ഉണ്ട്, ദൈവത്തിന്റെ ഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം? അനുസരിക്കാം. മറ്റ് ആഗ്രഹങ്ങളല്ല, പാപം നിറഞ്ഞതായ ആഗ്രഹങ്ങളെല്ലാം, അതെല്ലാം മരിപ്പിക്കാം. ദൈവത്തിനായിട്ട് നമ്മൾ ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിച്ച് ജീവിച്ചാൽ, തീർച്ചയായിട്ടും അവന് പ്രസാദകരമായിട്ടുള്ള ജീവിതം ജീവിക്കുവാനായിട്ടിടയാകും. അതുപോലെ ഇന്ന് ഈ 3 ദിവസങ്ങളും ഈ വാക്കുകൾ കേട്ടതായ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിയുള്ള ആരാധന, അതുപോലെ ദൈവത്തിന് സമർപ്പിക്കുവാൻ, അതുമാത്രമല്ല ഒരു രൂപാന്തരമുള്ള ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ അവസരം നൽകിയ ഈ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.